പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. PSC പലതവണയായി ചോദിക്കുന്നതും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what among the following are used to move a particular data from one place to another? എന്താ നോക്കടാ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. എന്താണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ടു, എന്താണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് എ പർട്ടിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ ഒരു ഭാഗം ഡേറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കുറച്ച് ഭാഗം ഡേറ്റ മൂവ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ കട്ട് ആൻഡ് പേസ്റ്റ്, ഓപ്ഷൻ എ കോപ്പി ആൻഡ് പേസ്റ്റ്, ഓപ്ഷൻ ബി കോപ്പി ആൻഡ് അൺഡു, ഓപ്ഷൻ സി കട്ട് ആൻഡ് ഡിലീറ്റ്, ഓപ്ഷൻ ഡി കട്ട് ആൻഡ് പേസ്റ്റ്. ഇതിൽ ഏതായിരിക്കും? നമുക്ക് ഒരു ഭാഗത്ത് നിന്നും കുറച്ചധികം ഡേറ്റ വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഈ വോട്ട് എന്നുള്ളതിൽ ഈ വോട്ട് എനിക്ക് വേണ്ട. സോ നമ്മൾ ഇവിടെ ഇത് എന്ത് ചെയ്യണം? കട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അനദർ ഭാഗത്തേക്ക് അല്ലെ, വേറൊരു ഭാഗത്തത് വേണം. ഇവിടെയാണ് എനിക്കത് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കും? നമ്മുടെ ഉത്തരം കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അല്ലെ. കട്ട്, നമ്മൾ ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തു, മറ്റൊരു ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്തു. സോ നമ്മൾ ആൻസർ ഏതായിട്ട് വരും? കട്ട് ആൻഡ് പേസ്റ്റ് ഈസ് അവർ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? മുമ്പേ ആണെങ്കിൽ കട്ട് ചെയ്യുന്നതിന് എന്താ, കോപ്പി ചെയ്യുന്ന എന്താ, പേസ്റ്റ് ചെയ്യുന്ന എന്താന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എന്ത് ചെയ്തു? രണ്ടെണ്ണം ഒരുമിച്ച് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ചോദിക്കുന്നു. ലാസ്റ്റ് ആക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ വീണ്ടും പഴയതുപോലെ ആക്കാൻ എന്താണ്, അൺഡു, റീഡു, ഇങ്ങനെ ഒരുമിച്ചൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത് സിമ്പിൾ രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണ് ഈ കമ്പ്യൂട്ടർ പാർട്ടിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് അല്ലെങ്കിൽ ആൻ സോഫ്റ്റ്വെയർ. ഏത് സോഫ്റ്റ്വെയർ? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, കമ്പൈലിംഗ് ആണോ, ആപ്ലിക്കേഷൻ ആണോ, പ്രോഗ്രാമിംഗ് ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, കമ്പൈലിംഗ് ആണോ, ആപ്ലിക്കേഷൻ ആണോ, പ്രോഗ്രാമിംഗ് ആണോ? ഇതിൽ ഏതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അല്ലേ? ഏതായിരിക്കും ഇടാം? നമുക്കിത് നിസ്സംശയം പറയാം അല്ലേ? ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം? നിസ്സംശയം പറയാൻ സാധിക്കും. എന്തുകൊണ്ടാ? വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ ആണ്? വേർഡ്, എക്സൽ, പവർ പോയിന്റ് എല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the blank space outside the printing area of a page? നമ്മൾ ഒരു പേജ് എടുക്കുന്നു. ദിസ് ഈസ് അവർ പേജ്. ഇതില് നമ്മുടെ ബ്ലാങ്ക് ഏരിയ ഉണ്ടാവും. നമ്മൾ ഇത്രയും ഭാഗത്ത് കണ്ടന്റ് ഉണ്ട്. ഇതിൽ ഈ ബ്ലാങ്ക് ഏരിയ പറയുന്ന പേര് എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? പേര്. ഓപ്ഷൻസ് നോക്കിയ ഹെഡർ, ഫൂട്ടർ, മാർജിൻ, ക്ലിപ്പ് ആർട്ട്. ഇത് ഏതാണ് ബ്ലാങ്ക് ഏരിയ എന്ന് പറയുന്നത്? ഹെഡർ ആണെങ്കിൽ എന്താവും? മുകളിലെ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഹെഡർ അല്ലെ, ടൈപ്പ് എന്തെങ്കിലും ചെയ്തിരിക്കാം. ഫൂട്ടർ ആണെങ്കിലോ താഴ്ഭാഗത്ത്. ദെൻ ക്ലിപ്പ് ആർട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു ഓപ്ഷൻ ആണ്, പവർ പോയിന്റ് ഒരു ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? മാർജിൻ ആയിരിക്കും അല്ലെ. നമ്മുടെ ഉത്തരം ഏതാണ്? മാർജിൻ ആണ്. എന്താണ്? നമ്മൾ 4 വശവും ഒരു സ്പേസ് അല്ലെ, അഡീഷണൽ സ്പേസ്, ഇത്രയും സ്പേസ് ഇട്ടിട്ടായിരിക്കും, ഇത്രയും സ്പേസ് അവൈലബിൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നത്. ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടവും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്തത്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? മാർജിൻ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ അവൈലബിൾ ഇൻ MS വേർഡ്. MS വേർഡിൽ ഡേറ്റും ടൈമും അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഏതാണ്? ഡേറ്റും ടൈമും അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതെന്നാ നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണോ നമുക്ക് ഡേറ്റും ടൈമും അവൈലബിൾ ആയിട്ടുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കൂ. ഹോം ആണോ, ഡിസൈനിലാണോ, ഇൻസേർട്ട് ആണോ, അല്ല ഇതിലൊന്നുമില്ല, വേറെ റിവ്യൂ വ്യൂ ഏതെങ്കിലും ഓപ്ഷൻ ആണോ? ഏത് ഓപ്ഷനിലായിരിക്കും? ഇൻസേർട്ട് ഓപ്ഷൻ ആണ് കേട്ടോ. ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് അവൈലബിൾ ആവുന്നത് എവിടെയാണ്?
ഇൻസേർട്ടിലാണ്. ഇൻസേർട്ട് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ലെഫ്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഡേറ്റ് ആൻഡ് ടൈം അവൈലബിൾ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്. ഡേറ്റ് ആൻഡ് ടൈം MS വേർഡിൽ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ടാബ് എന്ന് ചോദിച്ചാൽ അത് ഇൻസേർട്ട് ടാബ് ആണ്. ഇൻസേർട്ട് ടാബ് ആണ് ഡേറ്റ് ആൻഡ് ടൈം. ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നിബിൾ ഈസ് ഈക്വൽ ടു. ഒരു നിബിൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? ഓപ്ഷൻസ് നോക്കിയേ. എ 4 bits, ബി 2 bits, സി 4 bytes ആൻഡ് ഡി 2 bytes. ഏതായിരിക്കും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? നിബിൾ ആണല്ലേ. നിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 4 bit ആണ്. 4 bits അല്ലെ. 4 bits അടങ്ങുന്നതാണ് എന്തോന്ന് പറയുന്നത്? ഒരു നിബിൾ അല്ലെ. 4 bit അല്ലെങ്കിൽ ഹാഫ് ബൈറ്റ് എന്നും നമുക്ക് പറയാം. ഹാഫ് ബൈറ്റ് അല്ലെങ്കിൽ 4 bits എന്ന് പറയുന്നത് എന്താണ്? ഒരു നിബിളിന് ഈക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 bits ആണ്. ഒരു വേർഡ് എന്ന് പറയുമ്പോൾ അത് 16 bits ആണ്. ക്ലിയർ ആണ്. 2 നിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് ആണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആഡ് ഓൺ ചെയ്ത് പഠിച്ചു വെക്കുക. കാര്യം എന്താ, ഇപ്പൊ ചോദിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മെമ്മറി യൂണിറ്റ്സ് വളരെയധികം ബൈഹാർട്ട് ചെയ്യേണ്ടതിന്റെ വളരെയധികം ആവശ്യകത കൂടുതലാണ്. കാരണം 2 bits 4 bits എന്ന് പറഞ്ഞാൽ ഒരു നിബിൾ ആണ്, അല്ലെങ്കിൽ ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബിൾ ആണ്. 2 നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈറ്റ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻസ് പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the horizontal bar at the bottom of the computer screen is called. എന്താണെടാ? ഇതൊരു സ്ക്രീൻ ആണ്. ഇതിന്റെ ഏറ്റവും താഴെ കാണുന്ന ഹൊറിസോണ്ടൽ ബാറിനെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചു. ഓപ്ഷൻ നോക്കിയ ടാസ്ക് ബാർ, ഓപ്ഷൻ ബി മെനു ബാർ, ഓപ്ഷൻ സി ടൂൾ ബാർ ആണ്, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. അപ്പൊ ഏത് ബാർ ആയിരിക്കും ഏറ്റവും താഴെ കാണുന്നത്? നമുക്കെല്ലാം മിനിമൈസ് ആയി കിടക്കുന്നത് ഏത് ബാറിലാണ്? ടാസ്ക് ബാറിലാണ്. ടാസ്ക് ബാർ ഈസ് അവർ ആൻസർ അല്ലേ. നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ മിനിമൈസ് ആയിട്ട് കാണുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ടാസ്ക് ബാറിലാണ്. അതേസമയം നമ്മളൊരു ഡോക്യുമെന്റ് പേര് കാണുന്ന ബാർ ഏതാണെടാ? ടൈറ്റിൽ ബാർ അല്ലെ. ടൈറ്റിൽ ബാറിലാണ് നമ്മൾ ഡോക്യുമെന്റിന്റെ നെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഷൻ പാത്ത് ഇൻ MS PowerPoint? MS PowerPoint സംബന്ധിച്ചിടത്തോളം മോഷൻ പാത്ത് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദ പാത്ത് വെയർ PowerPoint ഫയൽ ഈസ് സേവ്ഡ്. എന്താണ്? ഇതൊരു PowerPoint ഫയൽ സേവ് ചെയ്യുന്ന പാത്ത് ആണെന്ന് ആണോ? ദെൻ ഇറ്റ് ഈസ് ദ പാത്ത് ടു മൂവ് ആൻ ഐറ്റം ഓൺ ദ സ്ലൈഡ്. എന്ത് ചെയ്യുക? അതെ, ഈ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ സ്ലൈഡിനകത്തുള്ള ഐറ്റം മൂവ് ചെയ്യുന്ന ഒരു പാത്താണ്. Then option C, it is the order in which animation appears on the slide. ആ ഒരു ആനിമേഷൻ ആണ് അല്ലെ എന്ത് ചെയ്യുന്ന സ്ലൈഡിൽ അപ്പിയർ ചെയ്യുന്നു. ഓപ്ഷൻ ഡി, none of this. അല്ല, നമ്മുടെ ആൻസർ ഇത് ഏതായിട്ട് വരും? അതായത് ഇറ്റ് ഈസ് എ പാത്ത് ആണ് അല്ലെ, ഫയൽ സേവ് ചെയ്യുന്ന പാത്താണോ, ഐറ്റംസ് സ്ലൈഡിനകത്ത് മൂവ് ചെയ്യുന്ന പാത്താണോ, തന്നെ എന്താണ് ആനിമേഷൻ അപ്പിയർ ചെയ്യുന്ന ഓർഡർ ആണോ, ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട്? അല്ലെങ്കിൽ none of these ആണോ? നമ്മുടെ ഉത്തരം ഏത് വരെടാ? ഓപ്ഷൻ ബി ആണ്. ബി ഇസ് അവർ ആൻസർ. എന്താണ്? ഇറ്റ് ഈസ് ദ പാത്ത് അല്ലെ. ഇറ്റ് ഈസ് ദ പാത്ത് ടു മൂവ് ഐറ്റം ഓൺ ദ സ്ലൈഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ദ പാത്ത് ടു മൂവ് ഐറ്റം ഓൺ ദി സ്ലൈഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോഷൻ പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? PowerPoint സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ആനിമേഷൻ എഫക്ട്സും മറ്റ് ഡീറ്റെയിൽ ഒക്കെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാര്യം ഇതുപോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനകത്തുള്ള ഇൻഡെപ്ത് നോളജ് ആവശ്യമാണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a social media app? അല്ലെ, നോട്ട് എ സോഷ്യൽ മീഡിയ ആപ്പാ ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആപ്പ് അല്ലാത്തത് ഏതാണ്? അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഏതാണെന്ന് അറിയണ്ടേ? ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയ ഇൻസ്റ്റാഗ്രാം, ഓപ്ഷൻ ബി മിന്ത്ര, ഓപ്ഷൻ സി ട്വിറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ലിങ്ക്ഡിൻ. ഇതിൽ ഏതാണ് സോഷ്യൽ മീഡിയ അല്ലാത്തത്? ഇതിൽ സോഷ്യൽ മീഡിയ അല്ലാത്തതെന്ന് പറയുന്നത് മിന്ത്രയാണ് അല്ലെ. മിന്ത്രയാണ്. മിന്ത്ര എന്താണ്? ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. മിന്ത്ര എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. ബാക്കി ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ലിങ്ക്ഡിൻ ഒക്കെ എന്താണ്? സോഷ്യൽ മീഡിയ ആപ്പാണ്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. മിന്ത്ര ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a formula in MS Excel starts with which among the following symbol? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു എക്സൽ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഫോർമുലാസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ ഫോർമുല എപ്പോഴും ഏത് സിമ്പൽ യൂസ് ചെയ്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ #, ഓപ്ഷൻ ബി ആംബർസൈൻ, ഓപ്ഷൻ സി ഈക്വൽ സൈൻ ആൻഡ് ഓപ്ഷൻ ഡി $സൈൻ. എപ്പോഴും ഫോർമുല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യൂടാ? ഈക്വൽ സൈൻ വെച്ചിട്ട് അല്ലെ? ഈക്വൽ സൈൻ വെച്ചിട്ടാണ് എന്ത് ഫോർമുലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഫോർമുലാസ് എക്സൽ ഷീറ്റ് അല്ലെ? ഈ ഫോർമുല ഇൻ എക്സൽ ഷീറ്റ് സ്റ്റാർട്ട് വിത്ത് ഓൾവേസ് ഈക്വൽ സൈൻ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which shortcut key is used to add a new slide in the current presentation? ഇത് നമുക്ക് ഒരുപാട് തവണ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കറണ്ട് സ്ലൈഡിൽ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യല, കറണ്ട് പ്രസന്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നു എന്നാണ്. ഓപ്ഷൻ എ Ctrl+N, ഓപ്ഷൻ ബി Ctrl+M, ഓപ്ഷൻ സി Shift+M, ഓപ്ഷൻ ഡി Shift+N. ഇതിൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? Ctrl+M ആണല്ലേ? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Ctrl+M ആണ് അല്ലെ? കറണ്ട് പ്രസന്റേഷനിൽ ഒരു സ്ലൈഡ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഷോർട്ട് കട്ട് യൂസ് ചെയ്യും? Ctrl+M യൂസ് ചെയ്യും. അതേസമയം ഒരു ന്യൂ സ്ലൈഡ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? Ctrl+ അല്ലെങ്കിൽ ന്യൂ പ്രസന്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Ctrl+N യൂസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കറണ്ട് പ്രസന്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യണമെങ്കിൽ Ctrl+M എടുക്കും. അതേസമയം ആ സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുക്കേണ്ടതെങ്കിലോ കറണ്ട് പ്രസന്റേഷനിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? Ctrl+D ഉപയോഗിക്കും. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു റൺ എ സ്ലൈഡ് ഷോ, ഒരു സ്ലൈഡ് ഷോ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യും? ഓപ്ഷൻസ് നോക്കിയേ. F6, F5, എസ്കേപ്പ്, സ്പേസ് ബാർ. ഇതിൽ ഏതാണ് നമ്മൾ ഒരു പ്രസന്റേഷൻ റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മളിതില് ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി F5 ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മളൊരു സ്ലൈഡ് ഷോ റൺ ചെയ്യുന്നതിലേക്കായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ എന്ന് ചോദിച്ചാൽ F5 ആണ്. അതേസമയം വേർഡിലാണെങ്കിൽ F5 എന്താണ്? അല്ലെങ്കിൽ ഒരു വിൻഡോയെ സംബന്ധിച്ചുള്ള F5 എന്താണ്? റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പവർ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം F5 യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പവർ പോയിന്റ് ഫ്രം ദ ബിഗിനിങ് ആണ് അല്ലെ? ഫ്രം ദ ബിഗിനിങ് അല്ലെ? ഫ്രം ദ ബിഗിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഫ്രം ദി ബിഗിനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? F5 യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറണ്ട് സ്ലൈഡിൽ നിന്ന് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഏത് യൂസ് ചെയ്യും? Shift+F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവൂടാ? കറണ്ട് സ്ലൈഡിൽ നിന്ന് നമുക്ക് ആ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? F5 കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്രം ദ ബിഗിനിങ് മുതൽ നമുക്ക് എന്ത് ചെയ്യും? പ്രസന്റേഷൻ സ്റ്റാർട്ട് ആയിട്ട് വരും. അതേസമയം Shift+F5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു 20 പേജുകൾ അല്ലെങ്കിൽ 30 പേജുള്ള ഒരു പ്രസന്റേഷൻ ആണ്, നമ്മളിപ്പോൾ 10ാമത്തെ പേജ് എത്തി, അവിടെ മുതൽ നമുക്ക് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യണം? Shift+F5 പ്രസ് ചെയ്യണം. അതേസമയം ഇല്ല, നമ്മൾ പ്രസന്റേഷൻ സെറ്റ് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് മുതലാണെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യും? ഷോർട്ട് കട്ട് കീ F5 പ്രസ് ചെയ്യും. ക്ലിയർ ആണ്? അതേസമയം നമ്മൾ ഒരു വിൻഡോയെ സംബന്ധിച്ചിടത്തോളം F5 പ്രസ് ചെയ്യുന്നത് എന്തിനാണ്? റിഫ്രഷ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും ക്ലിയർ ആണ്? തെറ്റിപ്പോകരുത്. എസ്കേപ്പ് കീ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? പവർ പോയിന്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of these button is not founded in the status bar of the PowerPoint? അല്ലെ? Not founded in the status bar of the എവിടെയാണ്? പവർ പോയിന്റിൽ അല്ലെ? MS പവർ പോയിന്റിൽ കാണാത്തത് ഏത് സ്റ്റേറ്റസ് ബാറിൽ കാണാത്ത സ്ലൈഡ് ഏതെന്നാ ചോദിക്കുന്നത്. റീഡിംഗ് വ്യൂ, സ്ലൈഡ് ഷോ, സ്ലൈഡ് സോർട്ടർ, ഔട്ട്ലൈൻ. അതിൽ ഏതാണ് സ്റ്റാറ്റസ് ബാറിൽ കാണാത്തത്? എവിടെയാണെന്ന് ഏത് ഷോയാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് ബട്ടൺ ആണെന്ന് ചോദിച്ചാൽ അത് ഏത് ബട്ടൺ ആയിരിക്കും? ഓർത്ത് നോക്കിയേ, ഏത് ബട്ടൺ ആണ്? നമ്മുടെ സ്ലൈഡ് ഷോ ബട്ടൺ ആണ് അല്ലെ? സ്ലൈഡ് ഷോ ബട്ടൺ എവിടെയാണ്? നമുക്ക് സ്റ്റേറ്റസ് ബാറിൽ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? സ്ലൈഡ് ഷോ കാണണമെങ്കിൽ നമ്മൾ മുകളിൽ മെനുവിൽ പോകണം അല്ലെ? ക്ലിയർ ആണത്? സ്ലൈഡ് ഷോ ബട്ടൺ ആണ് എവിടെ കാണാത്തത്? സ്റ്റേറ്റസ് ബാറിൽ അവൈലബിൾ അല്ലാത്ത ബട്ടൺ ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അത് സ്ലൈഡ് ഷോ ആണ്. ബാക്കി റീഡിംഗ് വ്യൂവും സ്ലൈഡ് സോർട്ടർ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റസ് ബാറിനകത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The keyboard shortcut for inserting footnote. Footnote ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ട് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ,
ഷോർട്ട് കട്ട് കീസിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള. ഒരു ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോലുള്ള തസ്തിക നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഷോർട്ട് കട്ട് കീകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമായിട്ടുണ്ട്. കാര്യം എന്താ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ തന്നെ 3 to 4 വരെ ഷോർട്ട് കട്ട് കീസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഷോർട്ട് കട്ട് കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ അതാ ചോദിച്ചിരിക്കുന്നു, ഫുഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാ ചോദിച്ചിരിക്കുന്നത്. ഫുഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഏതാണ്? ഓൾട്ട് കൺട്രോൾ ഡി, ഓൾട്ട് കൺട്രോൾ എഫ്, കൺട്രോൾ ഷിഫ്റ്റ് ഡി, കൺട്രോൾ ഷിഫ്റ്റ് എഫ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണെടാ നമ്മൾ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്? കൺട്രോൾ ഓൾട്ട് എഫ് ആണ് കേട്ടോ. കൺട്രോൾ ഓൾട്ട് എഫ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ട് കൺട്രോൾ എഫ് അല്ലെങ്കിൽ കൺട്രോൾ ഓൾട്ട് എഫ് എന്ന് പറയുന്നതാണ് ഒരു പേജിൽ നമുക്ക് ഫുഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ റിലേറ്റഡ് ടു ആനിമേഷൻ എഫക്ട്? താഴെ തന്നിട്ടുള്ളവയിൽ നോട്ട് ആൻ ആനിമേഷൻ എഫക്ട്, താഴെ തന്നിട്ടുള്ളവയിൽ ആനിമേഷൻ എഫക്ട് അല്ലാത്തതേത്? മൂവ്മെന്റ്, ഓപ്ഷൻ ബി എൻട്രൻസ്, ഓപ്ഷൻ സി എക്സിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി എംഫസിസ്. ഇതിൽ ആനിമേഷൻ എഫക്ട് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്? എൻട്രൻസ്, മൂവ്മെന്റ്, എക്സിറ്റ്, എംഫസിസ്. ഇതിൽ ഏതാണ് മൂവ്മെന്റ് അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മൂവ്മെന്റ് ആണ്. കാര്യം എന്താണ്? എൻട്രൻസും എക്സിറ്റും എംഫസിസ് ഒക്കെ എന്താണ്? നമ്മൾ ആനിമേഷൻ എഫക്റ്റില് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ആനിമേഷൻ എഫക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻട്രൻസ്, എക്സിറ്റ്, എംഫസിസ് ഒക്കെ നമ്മൾ ആനിമേഷൻ എഫക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മൂവ്മെന്റ് ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഇൻ ദ ഡിലീറ്റ് ഡയലോഗ് ബോക്സ്? താഴെ തന്നിട്ടുള്ളവയിൽ ഡിലീറ്റ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏത്? അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏതെന്നാ ചോദിച്ചത്. ഡിലീറ്റ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ആണ്. നോക്കി ഓപ്ഷൻ ഷിഫ്റ്റ് സെൽ അപ്പ്, ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ്, എൻറ്റയർ റോ, ദെൻ വരുന്ന എൻറ്റയർ കോളം ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ നോക്കൂ, ഷിഫ്റ്റ് സെൽ അപ്പ്, ഓപ്ഷൻ ബി എൻറ്റയർ റോ, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് സെല്ല് ലെഫ്റ്റ്, ദെൻ ഓപ്ഷൻ ഡി ഷിഫ്റ്റ് സെല്ല് റൈറ്റ്. ഇതിൽ ഏതാണ് ഡിലീറ്റ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം ഏതാണെടാ? ഷിഫ്റ്റ് സെല്ല് റൈറ്റ് ആണ്. ഷിഫ്റ്റ് സെൽ റൈറ്റ് ആണ്. ഇതൊക്കെ കുറച്ചുകൂടി ചുമ്മാ പോയി നമ്മൾ എഴുതിയാൽ കിട്ടത്തില്ല. നമ്മൾ എക്സലൊക്കെ എന്ത് ചെയ്യണം? മീൻസ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് എല്ലാം എക്സൽ, വേർഡ്, എക്സൽ, പവർ പോയിന്റ് നല്ല ഇൻഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതർ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇപ്പം തന്നെ ചോദിച്ചു നോക്കൂ, ഡിലീറ്റ് ഡയലോഗ് ബോക്സിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതെന്നാ ചോദിച്ചത്. അപ്പോൾ ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ അറിയണ്ടെങ്കിൽ അല്ലേ അതിലില്ലാത്തതെന്ന് പറയാൻ പറ്റൂ. സോ നമ്മൾ ഉത്തരം ഏതാണ്? ഷിഫ്റ്റ് സെല്ല് റൈറ്റ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ ഡാഷ്. എന്താണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്? മാൾവെയർ ആണോ, സ്പൈവെയർ ആണോ, ഹാർഡ്വെയർ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? നോക്കൂ, കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. സോ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അത് മാൾവെയർ ആണ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് ഡേറ്റാസ് ഡാമേജ് വരുത്താൻ കപ്പാസിറ്റി ഉള്ള മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ വൈറസ് എന്ന്. കമ്പ്യൂട്ടർ വൈറസ് അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു മാൾവെയർ ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് വിച്ച് പ്രോട്ടോകോൾ? ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്താണ് നമ്മൾ മെയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, ഓപ്ഷൻ എ ഫയൽ FTP, ഓപ്ഷൻ ബി HTTP, ഓപ്ഷൻ സി SMPT ആൻഡ് ഓപ്ഷൻ ഡി TCP/IP. ഇതെല്ലാം അബ്രിവേഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഈ അബ്രിവേഷൻസ് നമുക്ക് എന്ത് തന്നെയാണ്? എക്സ്പാൻഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രോണിക് മെയിൽ അല്ലെ, ഇമെയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഇമെയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏതാണെടാ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അവർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. സിമ്പിൾ മെയിൽ
ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് ചോദിച്ചാൽ SMTP ആണ്. SMTP ആണ് മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. FTP എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ ലാസ്റ്റ് വൺ TCP/IP. എന്താണത്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്താണ്? TCP/IPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതും ഒരു POQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇത് 4 ഈ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ള 4 കാര്യങ്ങളും എന്ത് തന്നെയാണ്? POQ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, ഇതിൻ്റെ എല്ലാ എക്സ്പാൻഷനും നമുക്ക് POQ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ചോദിച്ചു. അത് നമ്മൾ ഏത് പറഞ്ഞു? SMTP ആണെന്ന് പറഞ്ഞു. എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതേസമയം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്താണ്? FTPയുടെ ഫുൾ ഫോം ചോദിച്ചു. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. HTTP ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ദെൻ SMPT ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ലാസ്റ്റ് TCP/IP ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മെനു ഓപ്ഷൻ ഹാസ് ദ കമാൻഡ് സേവ്, പ്രിന്റ് ആൻഡ് ക്ലോസ്? സേവ്, പ്രിന്റ്, ക്ലോസ് എന്നുപോലുള്ള കമന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള മെനു ഏതാണ്? നോക്കൂ. ഓപ്ഷൻ എ ഇൻസേർട്ട്, ഓപ്ഷൻ ബി ഫയൽ, ഓപ്ഷൻ സി ടൂൾസ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർമാറ്റ്. ബേസിക്സ് കമന്റ് അല്ലെ? ബേസിക് കമന്റുകളൊക്കെ നമ്മൾ ഏത് ഓപ്ഷനിലായിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്? ഓർത്ത് നോക്കൂ. ബേസിക് കമന്റ്സ് ആയ സേവ്, ഫയൽ, പ്രിന്റ്, ഓപ്പൺ, ക്ലോസ് ഇതൊക്കെ ഏതിൽ വരുന്നു? ഫയൽ മെനുവിലാണ് അല്ലെ? ഫയൽ മെനുവിലാണ് നമുക്ക് എന്തൊക്കെ വരുന്നത്? സേവ്, പ്രിന്റ്, ഫയൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? ഫയൽ മെനുവിലാണ്. ഫയൽ മെനുവിലാണ് നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആവുന്നത്. ക്ലിയർ ആണോ? ഇതൊക്കെ ബേസിക് കമന്റ്സ് ഓപ്ഷൻ ആണല്ലേ? സേവ്, പ്രിന്റ്, ക്ലോസ് എന്നൊക്കെ പറയുന്നത് ബേസിക് കമന്റ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇൻസേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട്. ടൂൾ മെനു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എഫക്ട് ചെയ്യുന്ന. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ നമുക്ക് സേവ്, പ്രിന്റ്, ഫയൽ, ഓപ്പൺ ഒക്കെ വരുന്നത്, ക്ലോസ് അല്ലെങ്കിൽ വരുന്നത് ഏതിലാണ്? ഫയൽ മെനുവിലാണ്. ക്ലിയർ ആണ്? നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്